യെസ് ഗൈസ്, നമ്മളപ്പം ഇന്ന് നമ്മുടെ പുതിയ ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ക്യാപ്ഷൻ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ദുബായിലാണ്. നമ്മളിപ്പം രാവിലെ ദുബായിക്ക് വരാൻ വേണ്ടി അബുദാബിയിലാണ് ഇറങ്ങിയത്. അബുദാബിയിൽ ഇറങ്ങി ഇവിടെ ഒരു മോസ്ക് ഉണ്ട്, ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു മോസ്ക് ഉണ്ട്. യു എയിലെ ഏറ്റവും വലിയ മോസ്കാണിത്. ആൻഡ് എന്താ പറയുക, ഇത് വേൾഡിലെ ഏറ്റവും വലിയ മോസ്കുകളിൽ 3rd പ്ലേസാണ് ഈ മോസ്കിനുള്ളത്. അപ്പം ഇത് ഇവിടുത്തെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. അപ്പം നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ആക്ച്വലി എന്താ പറയുക, കയറുമ്പോൾ ഒന്നും ക്യാമറ എടുക്കാൻ പാടില്ലായിരുന്നു. ചെക്കിങ് ഉണ്ടായിരുന്നു. ലേഡീസിനൊക്കെ ഡ്രസ്സിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പർദ്ദയൊക്കെ ചിലരെ കൊണ്ട് ഇടിച്ച് നിർബന്ധമായിട്ട്, ജീൻസും ടോപ്പൊന്നും പറ്റില്ല, തല മാത്രം കവർ ചെയ്താൽ പോരാ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഡ്രസ്സിങ് കാര്യത്തിൽ പക്കയാണ്. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ അവിടെ ഉണ്ട്, അവിടെ നമ്മുടെ ജയസ്വരറ്റി വ്ളോഗ്സ് ഉണ്ട്, ജയൻ്റെ ഉണ്ട്. പുള്ളിക്കാരിക്ക് അങ്ങനെ ഇപ്പോൾ ഇവിടെ കണ്ടോ, അവിടെ നീരിട്ട് നിൽക്കുന്നത്, അത് ആക്ച്വലി പർദ്ദ ഇടിച്ചതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ജസ്റ്റ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബാഗൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു, വേറൊന്നുമില്ല. അപ്പം നമുക്കിനി മോസ്കിനുള്ളിലേക്ക് കയറി. യു എയിലെ ഏറ്റവും വലിയ മോസ്കാട്ടോ ഇത്. അപ്പം ടൂറിസ്റ്റ് പ്ലേസ്, മോസ്കെന്ന് മാത്രമല്ല ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെല്ലാം വിസിറ്റ് ചെയ്യുന്ന പ്ലേസാണ്. അപ്പം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ മോസ്കിലെത്തി. നടന്ന് നമ്മൾ വന്നത് എൻ്റെ ഒരു എൻട്രൻസ് ആയിരുന്നു കേട്ടോ. ഈ മോസ്കിൻ്റെ വലുപ്പം നോക്കിക്കേ. അതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് അപ്പുറത്തെ റോഡ് വണ്ടിയൊക്കെ പോകുന്നുണ്ടോ, അപ്പുറത്തെ വഴി കൂടെ. ഇവിടെ ഫോട്ടോഗ്രാഫി ഒന്നും പ്രശ്നമില്ല കേട്ടോ. നമ്മളെ കയറി വരുന്നിടത്ത് പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുക്കാതിരുന്നത്. ഇവിടെ അവർ കുഴപ്പമൊന്നും പറഞ്ഞില്ല, എടുത്തോളാനാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ക്യാമറയ്ക്ക് അലൗഡാണ്. ശ്രീത്തെ ബാക്കി വരുന്നുണ്ട്. സൺസ്ക്രീൻ ഇട്ടാടാ, എനിക്കറിയാമല്ലോ. ഈ പ്രോയാണ് നമ്മുടെ ട്രാവൽ കോർഡിനേറ്റർ അല്ല, നമ്മുടെ ട്രാവൽ കമ്പനിയുടെ ഒരു വൺ ഓഫ് ദ ഓണറാണ് പുള്ളിക്കാരൻ. നമ്മുടെ ഡയറക്ടർ വന്നു. പുള്ളിക്കാരൻ നാട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു, അബുദാബിയിൽ. ഇപ്പോൾ വന്നു. പിന്നെ നമ്മുടെ ഡ്രൈവറുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തലേന്ന് സ്കാർഫൊന്നും ലേഡീസ് ഊരാൻ പാടില്ല. അപ്പം സെക്യൂരിറ്റീസ് വന്നിട്ട് ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു, ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് തോന്നിയ ദിവസം കാണിക്കാമെന്നല്ല, ഫുൾ ചെക്കിങ് ആണ് എല്ലാ രീതിയിലും. പക്ഷേ ഇത് കണ്ടോ പള്ളി, ഇത്രയും വലിപ്പമുണ്ട്. അതാണല്ലോ വേൾഡിലെ 3rd ലാർജസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പം നമ്മൾ വെറുതെ ഇതിൽ നടക്കണം, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ചുമ്മാ ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങും. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കയറും. വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തരാം. ഞാനൊരു കാര്യം പറയാം. നമ്മളിവിടെ വന്നിപ്പോൾ ഇറങ്ങി, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം ഇവിടെ നമുക്ക് നേരെ സംസാരിക്കാൻ പോലും പറ്റില്ല. നല്ല ബഹളമാണെങ്കിൽ പോലും നമ്മളൊരു വീഡിയോ എടുത്തിട്ട് അത് പറയും, ഡയലോഗ് പറയില്ല, അങ്ങനെ പറയില്ല, ഭയങ്കര ചീത്ത പറയാം അങ്ങനെ എടുത്തിട്ട്. ബാക്കി കാര്യം കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീറ്റ്നെസ്സും ക്ലീനൊക്കെ എല്ലാം അടിപൊളി, ഫെസിലിറ്റി ഒക്കെ ഓൺ ടോപ്പാണ്. പക്ഷേ രക്ഷയില്ല. പക്ഷേ അങ്ങനെ കുറേ അനുഭവമുണ്ട്. നമുക്ക് നിലവിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ വരുന്ന വഴിക്ക് ചുമ്മാ നോർമൽ ഷോപ്പിംഗ് മാൾ, അവിടെ പോലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവന്മാർ ഓരോന്നൊക്കെ പറയായിരുന്നു. എനിവേ, ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമായിട്ട് പോലും ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. പക്ഷേ സ്ഥലം കൊള്ളാം കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഡ്രസ്സിങ്, അത് പിന്നെ മാത്രമാണ് കുഴപ്പമില്ല. ഇത് ഡ്രസ്സിങ് മാത്രമല്ല, സംസാരിക്കരുതെന്ന് പോലും പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി, എല്ലാവരും പറയുന്ന പള്ളി മാത്രമല്ല, ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണെന്നും കൂടെയാണ്. പക്ഷേ ഇത്രയും വലിയ, ഇവിടെ മറ്റേ എലിസബത്ത് രാജ്ഞി, മറ്റേ നമ്മുടെ പോപ്പ് ഒക്കെ അല്ലേ, പുള്ളിയെല്ലാം വന്നിട്ടുള്ളതാണ്. പക്ഷേ
കാര്യമില്ല, അവരിങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മളെന്തായാലും പറഞ്ഞ് എത്തി. ഇനി വണ്ടിയിൽ കയറിയിട്ട് നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ട് ഇവിടെ, ജയ ആൻറ്റിയുടെ ഒരു റിലേറ്റീവ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തോട്ട് പോവാണ്. അവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മൾ ഇവിടെ ഒരു ബീച്ചിൽ വന്നതാണ്. ഒരു ഫോട്ടോ പോയിൻ്റാണ്. ആ കാണുന്നത് റിക്സോസ് മറീന എന്ന് പറഞ്ഞ അബുദാബിയിൽ ഒരു ഫേമസ് 5 സ്റ്റാർ ഹോട്ടലാട്ടോ. ഇത് ആക്ച്വലി ഒരു ബീച്ചാണ്, ബീച്ച് വ്യൂ പോയിന്റ് ആണ്. കോർണിച്ച ബീച്ച് വ്യൂ പോയിന്റ് എന്ന് പറയും ഇതിന്. സാധാരണയായിട്ട് ഈ വ്യൂ പോയിന്റിൽ ആൾക്കാർ വരുന്നത് വൈകുന്നേരം സൺസെറ്റ് സമയത്താട്ടോ, സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ വന്നത് നല്ല നട്ടുച്ച സമയത്തായിരുന്നു, അതുകൊണ്ട് നല്ല വെയിലായിരുന്നു. അധിക നേരം വെയിൽ കൊള്ളാൻ നിൽക്കാൻ നമ്മളൊരു 10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. യെസ്, നമ്മളങ്ങനെ ഹെറിറ്റേജ് വില്ലേജ് കാണാൻ വന്നിരിക്കുകയാണ്. നമ്മളിപ്പം ബീച്ചിൽ ഇറങ്ങിയില്ല, അതിൻ്റെ തൊട്ടടുത്താട്ടോ. ഒരു 5 മിനിറ്റേ ഉള്ളൂ, 5-10 മിനിറ്റ് മാക്സിമം. എന്താ ഉള്ളിലുള്ള നമുക്ക് കയറുന്നതാണ് ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുമ്പോൾ. അതെ, ഹെറിറ്റേജ് വില്ലേജ് തന്നെ. നമ്മുടെ കേരളത്തിലോട്ട് ടൂറിസ്റ്റുകൾക്കൊന്നൊരു കുറവില്ല. ഇന്ന് ശനിയാഴ്ചയാണേ, അപ്പം അതിൻ്റേതായ നല്ല തിരക്കുണ്ട്. പക്ഷേ സംഭവം എല്ലാം അടിപൊളിയാണ്. പക്ഷേ വെയിലുണ്ട്, അത് പ്രശ്നമാണ്. ഇവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പം ഷോപ്പ് നമുക്ക് പോയി കാണാൻ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ മഞ്ഞക്കൊടി ചേച്ചി പറയുന്നു. ഈ പോകുന്ന ആൾക്കാരുണ്ട്, ഇവർ ടൂറിസ്റ്റുകൾ ഗ്രൂപ്പായിട്ട് വന്നേക്കുന്നതാണ്. അപ്പം ഇവർ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടി എല്ലാവരും ചെവിയിൽ എൻ്റെ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലിരിക്കുന്ന ഗൈഡ് എല്ലാം പറയും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും. ഇപ്പോൾ എല്ലാവരും കേൾക്കും, മനസ്സിലാക്കും. പൊട്ടൻ നോക്കണ്ട. പക്ഷെ നമ്മളെല്ലാവരുടെയും ഓരോ സ്ഥലത്ത് നോക്കി തന്നെ കണ്ടുപിടിക്കും, ഗൈഡൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഒരു മിനിറ്റ് പോലും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതെന്താ സാധനം? ഓ, ഇങ്ങനെ ഇരിക്കുന്നത്, റിലാക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡെസേർട്ടിലൊക്കെ ഇങ്ങനെ സാധനം. ഇത് മറ്റേ വലിയ ഒരു സാധനം, അൽ ഹദീറ കൊള്ളട്ടോ. ഇവിടെ മൊത്തം ഡെസേർട്ട് അല്ലടാ. പിന്നെ ബൈത്തൽ, ഇതൊക്കെ എന്തോ ടൈപ്പ് ഓഫ് വീട് കേട്ടോ. പണ്ടേ ഹെറിറ്റേജ് സംഭവം എന്ന് പറയത്തില്ലേ, നമുക്ക് താമസിക്കാൻ രീതിയിലുള്ള ആ ടൈപ്പ് സാധനങ്ങൾ കേട്ടോ. പണ്ടത്തെ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓ, ഒട്ടകത്തിൻ്റെ കൂട്. ഒട്ടകം ഉണ്ടായിരുന്നോ? സ്മെല്ലൊക്കെ ഉണ്ട്. അതിന് സ്മെല്ല് ഒട്ടകം വരാൻ വേണ്ടി സ്പ്രേ അടിച്ചേക്കുന്നതാണ്. ഇവിടെ അതുപോലെ പൈത്തൽ വനം, ഇതിനൊക്കെ പേര് നമുക്കറിയില്ല കേട്ടോ. നമുക്ക് മനസ്സിലാവത്തില്ല എന്താണെന്ന്, ആരോടും ചോദിച്ച് മനസ്സിലാക്കണം. എന്തോ എല്ലാം ഷെൽട്ടർ ടൈപ്പ് സാധനങ്ങളാണ്. പണ്ട് ആൾക്കാർ ജീവിച്ചതും. ഇപ്പം ഇല്ല, ഇപ്പം ഉണ്ടാവും ചിലപ്പം. ഏതെങ്കിലും ഒരു ഔട്ട്സ്കേർട്ടിലൊക്കെ കാണുമായിരിക്കും. നമ്മുടെ ഈ ഗൾഫിൻ്റെ, UAE. പിന്നെ ആ കാണുന്നതൊരു പള്ളി കേട്ടോ, പഴയ പള്ളി ഇങ്ങനെയായിരുന്നു. അവിടെ ഒരു മറ്റേ കോളമ്പയൊക്കെ ഉണ്ട്, പണ്ടത്തെ മറ്റേ ബാങ്ക് പള്ളിയുടെ ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സെറ്റപ്പ് ആണ് ഈ ഹെറിറ്റേജ് വില്ലേജ്. ഒരുപാട് ടൂറിസ്റ്റൊക്കെ ഉണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല, നൈസ് സ്ഥലമാണ്. ആഹാ, AC ഉള്ള നമ്മുടെ പഴയ ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ഇത് ലൈവാണോ സാധനം? അല്ല, കണ്ടു കഴിഞ്ഞതോടാ. ഡോണ്ട് ടച്ച്. ഓക്കെ, ഇത് പഴയ ബോട്ടുകളുടെയും കാര്യങ്ങളുടെയൊക്കെ ഒരു മ്യൂസിയം ടൈപ്പ് സാധനം കേട്ടോ. ഇവിടെ വരുന്നില്ല, നമുക്ക് അടുത്തേക്ക് പോവാം. ഇവിടെ വുമൻ കാർപ്പറ്റ്സ് തന്നെ. അതിനാ ചേട്ടനെ കാർപ്പറ്റ്സ് ലൈവായിട്ട് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഓഡിയോ ഇവിടെ നിന്ന് എടുത്തില്ല. ഇത് ഡാഗർ സ്പോർട്സ്, വാള്. ഓക്കെ, വാള്.
സൗദിയിലെ രാജാവായിരിക്കും മിക്കവാറും. പിന്നെ ഇത് ഓരോ ടൈപ്പ് വാള് കാര്യങ്ങളൊക്കെ. പിന്നുള്ളത് കോപ്പർ. കോപ്പർ, ഓ ഇത് മറ്റേ സാധനങ്ങൾ കോപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്. നൈസ് നൈസ്. പിന്നുള്ളത് മണ്ണിൻ്റെ എന്തോ സാധനമാണ്. മഡ് ഐറ്റംസ്. ഓ നൈസ്. മഡിൻ സാധനങ്ങൾ. ഇത് കൊള്ളാം കേട്ടോ, ആക്ച്വലി നൈസ് ആയിട്ടുണ്ട്. ഗ്ലാസ് അടച്ചേക്കുവാണ്. ഇതെന്താ ലെതർ. ഓ എൻ്റെ മോനെ, ലെതർ. ഓ ശരിക്കും ലെതർ തയ്ക്കുന്ന സാധനങ്ങളൊക്കെ. ഇത് മറ്റേ മൃഗത്തിൻ്റെ പോലല്ലേ. ഇത് മൃഗം, ഷീപ്പ്, കവ്, സ്നേക്ക്, ക്യാമല, ഗോട്ട്. ഓ ഇതിൻ്റെയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ആയിരിക്കും, തോല് വെച്ച്. ഓക്കെ, സംഭവം വർത്തായിട്ടുണ്ട് കേട്ടോ. സംഭവം കാണാൻ പറ്റുന്നുള്ളതാണ്. ഇതിനെ തന്നെ കാർപ്പൻട്രി. ഓക്കെ, കാർപ്പൻട്രി ഐറ്റംസ്. അവന്മാരൊന്നും കാണാതെ കറങ്ങി കിടപ്പുണ്ട്. പക്ഷെ ഞാൻ എന്തൊക്കെ കണ്ടിട്ട് പോകുന്നു. കാര്യം നമുക്ക് കാണാൻ വന്നാണല്ലോ, അപ്പം കാണണമല്ലോ. അപ്പോൾ ഇത് ആക്ച്വലി ഹെറിറ്റേജ് വില്ലേജ്. പഴയ കാലത്ത് ആൾക്കാർ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, താമസിച്ചിരുന്ന വീടുകൾ, അങ്ങനത്തെ എല്ലാം അടങ്ങിയ ഒരു സംഭവം ആണ് ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഉണ്ടാവും തോന്നുന്നില്ല, ഇനി അങ്ങോട്ട് പോകണ്ട. ഇത് കൊള്ളായിരുന്നു. ഓക്കെ, ഇവിടെയൊക്കെ എന്താ പറയുക, ഇവിടെയൊക്കെ ആക്ച്വലി ഇതൊക്കെ ശരിക്കും നമുക്ക് വേണ്ട ഒരു സംഭവങ്ങളാണ് എല്ലാ നാട്ടിലും. ഇങ്ങനത്തെ എല്ലായിടത്ത് നമ്മുടെ ഇവിടെയൊക്കെ എനിക്കറിയില്ല ഉണ്ടോയെന്ന്. പക്ഷേ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ഹെറിറ്റേജ് ഐറ്റംസ് കാണിക്കാൻ എല്ലാം ഒരു സെറ്റാക്കി അടിപൊളിയായിട്ടാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്, വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് തോന്നി എന്തായാലും. അങ്ങനെ നമ്മൾ ഫെറാറി വള്ളി വന്നിരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി ഫോട്ടോ സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഉള്ളിൽ കയറാൻ പറ്റില്ല. കാരണം എൻട്രി ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പം ഇവിടെ പാർക്കിങ്ങിൽ നമ്മൾ ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തു. അതാണ് നമ്മുടെ വണ്ടിയാണ് വന്നത്. ഭയങ്കര വെയിലാണ്, എല്ലാവരും ഓരോ സാധനമൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം, എന്നിട്ട് നോക്കാം. ഇവിടെ ആക്ച്വലി തിരക്ക് ഇപ്പം ഇല്ലാത്തതാണ്. കാര്യം 5 മണി തൊട്ട് വൈകുന്നേരം തിരക്ക് വരുന്നത്, ഈവനിങ് ടൈമിൽ. നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം 3:30 അല്ല, ഇവിടെ എത്രയായി, ഇവിടെ 2 മണി കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഉച്ച ആയതുകൊണ്ടാണ് തിരക്കില്ലാത്ത. സംഭവം അടിപൊളി കേട്ടോ. ഇവിടെ നോക്കിയാൽ ഫോട്ടോ എടുക്കാനും അടിച്ചു വിളിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഫെറാറി വേൾഡ്. ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നൈസാട്ടോ. ഇവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊരു സ്റ്റാർബക്സ്, അങ്ങനെ ഇത് കുറേ ഫുഡിൻ്റെ ഒക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ എല്ലാം. അവിടെയാണ് ഫെറാറി വേൾഡിന് എൻട്രി. ഓക്കെ, എല്ലായിടത്തും നമ്മൾ എവിടെ പോയാലും ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണ്. ഇങ്ങനെ ഫുഡ് കോർട്ടും ഷോപ്പിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ. അത് കഴിഞ്ഞിട്ടായിരിക്കും മെയിൻ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പം
ഫെറാറി വേൾഡിലേക്ക് നമ്മൾ കയറുവാണ്. കയറുമെന്ന് വെച്ചാൽ അതിൻ്റെ എൻട്രൻസ് വരെ ഉള്ളു കേട്ടോ. ഇവിടെ വരെ അവർ കയറ്റും, അവിടെ വരെ നമ്മൾ കയറും. ഫെറാറി വേൾഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കയറാൻ തോന്നില്ലേ? അതാണ് ഫെറാറി. സംഭവമല്ല സെറ്റപ്പ് അവിടെ തന്നെയാണെങ്കിലും കേൾക്കുമ്പോൾ എല്ലാം ഉറക്കം തൂങ്ങി നടപ്പുണ്ട്. എന്നാലും ഫെറാറി വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിടക്കുന്നതാണ്. എന്തു സീനല്ലേ? അങ്ങനെ നമ്മൾ ഫെറാറി വേൾഡിന്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫെറാറിയുടെ ഫുൾ തീമിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ലൈറ്റ് കുറവാണ്. ഫെറാറിയുടെ ഫുൾ തീമിലുള്ള കാര്യങ്ങൾ, അവരുടെ മെർച്ചൻഡൈസ്, അങ്ങനെ ഫെറാറിയുടെ ഒരു എന്താ പറയാ, ഒരു ഏരിയ എന്ന് പറയാം. ഫെറാറി കാറിന്റെ ഉണ്ട് ഈ ഷോപ്പ്. ഇവിടെ കുറെ ഫെറാറിയുടെ ഐറ്റംസ് ഉണ്ട്. ഫെറാറി കാറിന്റെ മോഡൽസ് ഉണ്ട്, ടീഷർട്സ് ഉണ്ട്. അങ്ങനെയാണ്. ഇതിനുള്ളിലാണ് എൻട്രൻസ്. ഇത് ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഫെറാറി വേൾഡ് എന്ന് പറഞ്ഞാൽ യാസ് ഐലൻഡിലാണ്. യാസ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ അബുദാബിയിലുള്ളൊരു ഐലൻഡാണ്. ഇവിടെയാണ് ഈ ഫെറാറി വേൾഡ് ഉള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫെറാറിയുടെ തീമിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ടിക്കറ്റ് എടുത്തില്ല. കാരണം ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഏകദേശം 300 to 350 ദിനാർ വരും. അതായത് നാട്ടിലൊരു 7,000-8,000 രൂപ വരും ഇവിടെ റേറ്റ്. അപ്പോൾ അത് ടിക്കറ്റ് എടുത്തില്ല. പക്ഷേ ഇത് വർത്താട്ടോ കയറി കഴിഞ്ഞാൽ. ഇവിടെ ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള റോളർ കോസ്റ്റർ ഫെറാറി റോസ ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. പക്ഷേ നമ്മൾക്ക് ഈ പ്രാവശ്യം വന്നപ്പം എന്നൊന്നും പറ്റിയില്ല. അതിനുവേണ്ടി തന്നെ വരണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ടൈം രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ എന്തോ ആണ്. ഒരുപാട് ടിക്കറ്റ്സ് ഉണ്ട്. VIP ഉണ്ട്, സിംഗിൾ ഡേ ഉണ്ട്. അപ്പം ഇവിടെ വരുവാണെങ്കിൽ എല്ലാവരും മസ്റ്റ് വരുന്നവർ ഇവിടെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഇവിടുത്തെ ഈ ഒരു ഫെറാറി വേൾഡ്. നമുക്ക് എന്തായാലും കയറാൻ പറ്റിയില്ല, ഇത്ര റേറ്റൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അതൊക്കെ ഉള്ളൂ. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് പോകുന്നു ഇവിടുന്ന്.